ഫോർ ദ പീപ്പിളിലേക്ക് സ്വാഗതം. മാലിന്യ സംസ്കരണത്തിൽ പുതിയ മാതൃകയാവുകയാണ് ആലപ്പുഴ നഗരസഭ. 52 വാർഡുകളുള്ള നഗരസഭയിലെ തെരഞ്ഞെടുക്കപ്പെട്ട 12 വാർഡുകളിൽ നടപ്പാക്കിയ ഉറവിട മാലിന്യ സംസ്കരണ പദ്ധതി വിജയം കണ്ടു തുടങ്ങി. നിർമ്മല നഗരം നിർമ്മല ഭവനം എന്ന പദ്ധതിയിലൂടെ MLA-മാരായ തോമസ് ഐസക്കും ജി സുധാകരനുമാണ് മാലിന്യമുക്ത യജ്ഞത്തിന് തുടക്കമിട്ടത്. മാലിന്യം വലിച്ചെറിയുന്നത് മാന്യതയല്ല, അത് ഉൽപ്പാദിപ്പിക്കുന്നവർക്ക് സംസ്കരിക്കാനുള്ള ഉത്തരവാദിത്തമുണ്ട്. പൊതുനിരത്തിലെ മാലിന്യ കൂമ്പാരങ്ങൾക്കിടെ മൂക്കുപൊത്തി നിൽക്കേണ്ടി വന്നവരോട് മുൻപ് ആലപ്പുഴ നഗരസഭാ അധികൃതർ പറഞ്ഞത് ഇതാണ്. 2 വർഷത്തിനിപ്പുറം ഇന്ന് ആലപ്പുഴ നഗരത്തിലെ പൊതുനിരത്തിൽ എവിടെയും മാലിന്യമില്ല. ദുർഗന്ധം വമിക്കുന്ന മാലിന്യങ്ങളുമായി പോകുന്ന വാഹനങ്ങളുമില്ല. ഡോക്ടർ തോമസ് ഐസക് MLA നമുക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകുകയും തുമ്പൂർമൊഴി മോഡലിൽ ഉറവിട മാലിന്യ സംസ്കരണം നടപ്പിലാക്കുന്നതിന് വേണ്ട പദ്ധതികളുമായിട്ട് മുന്നോട്ട് വരികയും അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ 12 വാർഡുകൾ തിരഞ്ഞെടുത്തുകൊണ്ട് ബയോഗ്യാസും പൈപ്പ് കമ്പോസ്റ്റും വയ്ക്കുവാനായിട്ട് മാതൃകാപരമായിട്ട് നമ്മൾ തുടക്കം കുറിച്ച് നിർമ്മല ഭവനം നിർമ്മല നഗരം എന്ന പദ്ധതിയുമായി ബന്ധപ്പെട്ട് ആലപ്പുഴ നഗരത്തിൽ ചെയ്തത് ഇന്ന് കേരളത്തിൽ പല നഗരങ്ങളിലും ഒരു ശുചിത്വ പ്രസ്ഥാനം ആരംഭിക്കുന്നതിനും പ്രചോദനമായിട്ട് മാറിയിട്ടുണ്ട്. ഏറ്റവും വലിയ പരീക്ഷണം തിരുവനന്തപുരത്ത് നടക്കുന്നത്. എനിക്ക് തോന്നുന്നു തിരുവനന്തപുരം വൃത്തിയായി തുടങ്ങിയിട്ടുണ്ട്. ഒരു അനദർ 1 month തിരുവനന്തപുരം വൃത്തിയായിരിക്കും. പക്ഷേ ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് മാത്രമല്ല, ദേശീയ തലത്തിൽ സ്റ്റേറ്റ് ഓഫ് ഇന്ത്യസ് എൻവയറൺമെൻറ്റ് റിപ്പോർട്ട് തയ്യാറാക്കിയപ്പോൾ ഏറ്റവും നല്ല സോളിഡ് വേസ്റ്റ് മാനേജ്മെൻറ്റ് മാതൃക ആലപ്പുഴയായിട്ടാണ് വെച്ചിരിക്കുന്നത്. 50 ടണ്ണിനടുത്ത് മാലിന്യം ഡെയിലി ആലപ്പുഴ നഗരത്തിൽ നിന്ന് സർവോദയപുരം പ്ലാന്റിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരുന്നു. അപ്പം ഈ പ്ലാന്റ് ലോക്കൗട്ടായി കഴിഞ്ഞപ്പോൾ ഇതിന് എന്താണൊരു സബ്സ്റ്റിറ്റ്യൂഷൻ? ആ സമയത്താണ് തോമസ് ഐസക് സാറിൻ്റെ നേതൃത്വത്തിൽ ഇതിനെക്കുറിച്ച് ഒരു വിശകലനം നടത്തുകയും അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിലെ ഒരു വെറ്റിനറി സർവകലാശാലയുടെ കീഴിലുള്ള ഒരു ഫ്രാൻസിസ് സേവിയർ സാറ് ഡിസൈൻ ചെയ്തിട്ടുള്ള തുമ്പൂർമൊഴി എന്ന് പറയുന്ന എയറോബിക് കമ്പോസ്റ്റിംഗ് പ്ലാന്റിനെ കുറിച്ച് സാറ് അറിയുകയും സാറിൻ്റെ നേതൃത്വത്തിൽ ആ ഒരു മേഖലയിലേക്ക് ഈ വികേന്ദ്രീകൃത മാലിന്യ സംസ്കരണം ഈ തുമ്പൂർമൊഴി കമ്പോസ്റ്റിങ്ങിലേക്ക് മാറുകയാണ് ഉണ്ടായത്. മാലിന്യങ്ങൾ ഉറവിടത്തിൽ സംസ്കരിക്കുന്ന പദ്ധതിയാണ് സംസ്ഥാനത്തിന് തന്നെ മാതൃകയായ ആലപ്പുഴ മോഡൽ മാലിന്യ സംസ്കരണം. 2013 തോമസ് ഐസക് MLA നഗരത്തിലെ 12 വാർഡുകളിൽ മാലിന്യങ്ങൾ ഉറവിടത്തിൽ സംസ്കരിക്കുന്ന പദ്ധതി തയ്യാറാക്കി സർക്കാർ അംഗീകാരം നേടിയെടുക്കുകയും ചെയ്തു. ഇത് പ്രകാരം 12 വാർഡുകളിലായി 2500 പോർട്ടബിൾ ബയോഗ്യാസ് പ്ലാന്റുകളും 6500 പൈപ്പ് കമ്പോസ്റ്റ് യൂണിറ്റുകളും സ്ഥാപിക്കുന്നതിന് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ ഗവേഷണ വികസന സ്ഥാപനമായ ഇന്റഗ്രേറ്റഡ് റൂറൽ ടെക്നോളജി സെന്ററിനെ ചുമതലപ്പെടുത്തി. ബയോഗ്യാസ് വയ്ക്കാത്ത കുടുംബങ്ങൾക്ക് അവരുടെ മാലിന്യങ്ങൾ എവിടെ കൊണ്ടുവന്ന് കൊടുക്കണമെന്ന് അറിയാൻ മേലാത്തൊരവസ്ഥ വന്നപ്പോൾ അവർക്ക് വേണ്ടി നമ്മൾ എയറോബിക് സ്ഥാപിച്ച് കഴിഞ്ഞ് അപ്പോൾ ബയോഗ്യാസ് വെക്കാത്തവരും പൈപ്പ് കമ്പോസ്റ്റ് വയ്ക്കാത്തവരും ആയിട്ടുള്ള ആളുകൾ ഈ മാലിന്യം നമ്മൾ ഈ എയറോബിക്കിൽ കൊണ്ടുവന്ന് തരികയും നമ്മളവിടെ സൂക്ഷിച്ചുകൊണ്ട് അത് ജൈവവളമാക്കി മാറ്റുന്നതിനുള്ള നടപടി സ്വീകരിക്കുകയും ചെയ്തു. ഇപ്പം നമ്മൾ 156 പോയിന്റുകൾ നമുക്കുണ്ട്. 874 ബയോഗ്യാസ് പ്ലാന്റുകളും 1240 പൈപ്പ് കമ്പോസ്റ്റ് യൂണിറ്റുകളും സ്ഥാപിച്ചു. സർക്കാർ സ്ഥാപനമായ അനേർട്ടിന്റെ നേതൃത്വത്തിൽ 181 പ്ലാന്റുകളും സ്ഥാപിച്ചു. പിന്നീട് 40 വാർഡുകളിൽ പദ്ധതി വിജയകരമായി നടപ്പിലാക്കി. ഇപ്പോൾ 2140 ബയോഗ്യാസ് പ്ലാന്റുകളും 1240 പൈപ്പ് കമ്പോസ്റ്റ് യൂണിറ്റുകളുമാണ് സ്ഥാപിച്ചിട്ടുള്ളത്. ഇതുവഴി 8.52 ടൺ ഖരമാലിന്യം പ്രതിദിനവും 3109 ടൺ പ്രതിവർഷവും വീടുകളിൽ തന്നെ സംസ്കരിക്കുന്നു. മാലിന്യങ്ങൾ സംസ്കരിക്കുക, അഴുക്കുകൾ പൊതുസ്ഥലങ്ങളിൽ നിന്ന് ഒഴിവാക്കുക, കനാലുകൾ ഇടാതിരിക്കുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ വലിയൊരു ബോധവൽക്കരണം ഇവിടെ നടന്നു. കഴിഞ്ഞ 2 വർഷമായി വാർഡ് അടിസ്ഥാനത്തിൽ തന്നെ ബോധവൽക്കരണം നടന്നു. അത് ആ വാർഡുകളിൽ തന്നെ മറ്റ് കുടുംബശ്രീകളും മറ്റ് പ്രസ്ഥാനങ്ങളും ഒക്കെ വന്നു. രാഷ്ട്രീയ കക്ഷി വ്യത്യാസമില്ലാതെ ഇത് വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് ഒരു വലിയ, നിങ്ങളവിടെ പോയിട്ടുണ്ടോയെന്നറിയില്ല, പോയെന്ന് തോന്നുന്നു, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് അനാശ്രയിയുടെ അതുവഴിയാണല്ലോ ട്രാൻസ്പോർട്ട് ബസ്സിൽ എറണാകുളത്തേക്ക് പോകുന്നത്. അവിടെ വലിയൊരു സ്കീമുണ്ട്, ഒരു പദ്ധതിയുണ്ട്. അങ്ങനെ നഗരത്തിൻ്റെ പല ഭാഗത്തുമുണ്ട്. പിന്നെ പല വീടുകളിലും ഇത് 100 കണക്കിന് വീടുകളിൽ ഇതായിട്ടുണ്ട്. കുറേ വാർഡുകളിൽ മിക്കവാറും എല്ലാ വീടുകളിലും ഇതായിട്ടുണ്ട്. അടുത്ത പഞ്ചായത്തുകളിലേക്ക്, പുന്നപ്പുറ പഞ്ചായത്തെല്ലാം കുറച്ച് സ്ഥലത്തായിട്ടുണ്ട്. ഇപ്പോൾ ഈ മാലിന്യങ്ങൾ സംസ്കരിക്കാൻ ഇല്ല എന്നുള്ളതാണ് പ്രശ്നം. ഈ സംവിധാനത്തിനകത്ത് ആവശ്യമായിട്ടുള്ള മാലിന്യങ്ങൾ ഇടാനില്ല, പെട്ടെന്ന് അതങ്ങ് തീർന്നു പോകുന്നൊരു പ്രശ്നമുണ്ട്. എന്തായാലും വലിയൊരു മാറ്റമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്.
അപ്പോൾ ആലപ്പുഴ ക്ലീനായേ പറ്റൂ. പക്ഷെ ആലപ്പുഴ മാലിന്യം ഇനി മാരാരിക്കുളത്തേക്ക് കൊണ്ടുപോകാനും പറ്റില്ല. അപ്പോൾ പിന്നെ എന്താ പ്രതിവിധി? അപ്പോൾ ആ ഒരു ഉത്തരം കണ്ടെത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നഗരത്തിലെ വേസ്റ്റ് അങ്ങോട്ട് കൊണ്ടുപോകണ്ട, നഗരത്തിൽ തന്നെ സംസ്കരിക്കാം. അപ്പം അതിനുള്ള മാർഗം ഓരോരുത്തരും അവരവരുടെ അടുക്കള മാലിന്യം അവരുടെ വീട്ടിൽ സംസ്കരിക്കുക. നമ്മുടെ കക്കൂസ് മാലിന്യം നമ്മൾ വീട്ടിലല്ലേ സംസ്കരിക്കണത്, വീട്ടിൻ്റെ ഉള്ളിൽ. പിന്നെന്ത് ഈ അടുക്കള മാലിന്യം സംസ്കരിക്കാൻ പ്രയാസം? ഇത് മനുഷ്യൻ്റെ ഒരു മൈൻഡ് സെറ്റിൻ്റെ പ്രശ്നമാണ്. അപ്പം അതുകൊണ്ട് പെട്ടെന്നൊരു ദിവസം കൊണ്ട് മാറ്റം വരുത്താൻ പറ്റില്ല. ഏതാണ്ട് 2 വർഷം എടുത്തു. ആളുകൾ നടക്കില്ലെന്നാണ് വിചാരിച്ചിരുന്നത്, പക്ഷെ നടന്നിപ്പോൾ കാണാം. 2 കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് നമ്മളും വീട്ടുകാരോടും നാട്ടുകാരോടും പറയുന്നത്. ഒന്നുകിൽ നിങ്ങളുടെ വീട്ടിൽ തന്നെ നിങ്ങൾ സംസ്കരിച്ചോളൂ, അതിനുള്ള എല്ലാ സഹായം ചെയ്തു തരാം. പൈപ്പ് കമ്പോസ്റ്റോ ബയോഗ്യാസ് പ്ലാന്റോ. ഞങ്ങളിവിടെ ബയോഗ്യാസ് പ്ലാന്റാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. അതിപ്പോൾ ഇപ്പോഴും ഒരു മാസം 50-100 പുതുതായിട്ട് വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു വർഷം 1 വർഷം 2 വർഷം വെക്കുമ്പോൾ എല്ലാ വീടുകളിലും എത്തുള്ളൂ. പക്ഷെ നിങ്ങളുടെ വീട്ടിൽ സംസ്കരിക്കുന്നില്ലെങ്കിൽ എന്ത് ചെയ്യും? വലിച്ചെറിയരുത്. ഇവിടെ ഒരു 16 കേന്ദ്രങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. എയറോബിക് ബിൻ അവിടെ കൊണ്ട് തന്നോളൂ, ഞങ്ങൾ എടുത്തോളാം. വലിച്ചെറിയുന്നതിനും ഒരു സ്ഥലം വരെ പോകണമല്ലോ. അപ്പോൾ അത്രയും ദൂരം തന്നെ ഇങ്ങോട്ട് വന്നേച്ചാൽ ഇവിടെ കൊണ്ടെത്താം, ഞങ്ങൾ ഇട്ടോളാം. നിങ്ങളുടെ വീട്ടിൽ നിന്ന് എടുത്തു കൊണ്ടുവരാനൊന്നും പറ്റത്തില്ല, ഇവിടെ കൊണ്ടുവന്നാൽ ഞങ്ങൾ ഉപയോഗിക്കും. അപ്പോൾ ഇത് ആലപ്പുഴ ഒരു സംഭാവന. വെറ്റിനറി കോളേജും ഒക്കെ വികസിപ്പിച്ചെടുത്ത എയറോബിക് ബിൻ സമ്പ്രദായം നമ്മുടെ കാർഷിക സർവകലാശാല ഇനോക്കുളം ഉണ്ടാക്കുന്നത്, അത് വ്യാപകമായിട്ട് ഉപയോഗിക്കുന്നതിന് ഒരു രീതി ആലപ്പുഴ ഞങ്ങൾ സ്വീകരിച്ചുണ്ടാക്കി എന്നുള്ളതാണ്. മാലിന്യം സംസ്കരിക്കുന്നതിനൊപ്പം ഗാർഹിക പാചക ആവശ്യത്തിനുള്ള ബയോഗ്യാസ് ലഭിക്കുന്നു. 2140 വീടുകളിൽ സ്ഥാപിച്ചിട്ടുള്ള പ്ലാന്റുകൾ വഴി പ്രതിവർഷം 1,14,968 കിലോഗ്രാം പാചകവാതകമാണ് ലഭിക്കുന്നത്. ഇത് 8,096 സിലിണ്ടറോളം വരും. പാചകവാതകത്തിന്റെ വിപണി വില കണക്കാക്കിയാൽ പ്രതിവർഷം 80.48 ലക്ഷം രൂപയാണ് ലാഭം. മാലിന്യം തെരുവിലേക്ക് വരുന്നത് കുറയ്ക്കുവാനും അത് തടയുവാനുമായിട്ടുള്ള ഒരു പ്രവർത്തനങ്ങൾ MLAയുടെ നേതൃത്വത്തിൽ മുനിസിപ്പാലിറ്റിയായിട്ട് ചേർന്നുകൊണ്ട് നടപ്പിലാക്കിയുണ്ടായി. അതിനാദ്യമായിട്ട് തിരഞ്ഞെടുത്തൊരു 12 വാർഡുകളിൽ ഞങ്ങൾ MLAയുടെ നേതൃത്വത്തിൽ മുനിസിപ്പാലിറ്റിയായിട്ട് ചെയ്യുകയുണ്ടായി. അതിൻ്റെ അകത്ത് ചെയ്തതെന്ന് പറഞ്ഞാൽ ഈ മാലിന്യ സംസ്കരണ യൂണിറ്റുകൾ, ബയോഗ്യാസ് പ്ലാന്റ്, പൈപ്പ് കമ്പോസ്റ്റ് മുതലായ മാലിന്യ സംസ്കരണ യൂണിറ്റുകളിൽ വീടുകളിൽ തന്നെ കൊടുക്കുകയും അവിടെ ഉണ്ടാകുന്ന മാലിന്യം, വീടുകളിൽ ഉണ്ടാകുന്ന മാലിന്യം ഉറവിടത്തിൽ തന്നെ സംസ്കരിക്കാനായിട്ടുള്ള ഒരു രീതിയാണ് അവലംബിച്ചത്. ഐസക് സാറിനോടൊപ്പം തന്നെ നമ്മുടെ ഹെൽത്ത് ജീവനക്കാർ, GHമാർ, വർക്കേഴ്സ്, ഇവരെല്ലാം ആത്മാർത്ഥമായി ഇന്നും സഹകരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ പ്രതിഫലമാണ് നമുക്കിന്ന് ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ ഈ കഴിഞ്ഞ 5 വർഷക്കാലം മഴക്കാലം വന്നിട്ടും ഒരു പുതിയ പകർച്ചവ്യാധി നമ്മുടെ നാട്ടിൽ പൊട്ടിപ്പുറപ്പെട്ടില്ല. ഇതെല്ലാം തന്നെ ഈ മാലിന്യ സംസ്കരണത്തിൻ്റെ ഫലമായിട്ടാണ്. ഇപ്പോൾ 5ാമത്തെ മഴക്കാലവും കഴിഞ്ഞു, ഇപ്പോഴും സാധാരണ വരുന്ന പനിയല്ലാതെ മറ്റു പകർച്ചവ്യാധിയൊന്നും നമ്മുടെ നാട്ടിൽ വന്നിട്ടില്ല. നഗരസഭ മുൻകൈയെടുത്ത് ഹോട്ടലുകളിലും വ്യാപാര സ്ഥാപനങ്ങളിലും മാലിന്യം ശേഖരിച്ച് സംസ്കരിക്കാൻ സംവിധാനമൊരുക്കിയിട്ടുണ്ട്. ജൈവ മാലിന്യങ്ങൾ ശേഖരിച്ച് സംസ്കരിക്കാൻ നഗരത്തിൽ 16 ഇടങ്ങളിൽ 116 എയറോബിക് കമ്പോസ്റ്റ് യൂണിറ്റുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഇവിടെ നഗരസഭയിലെ ശുചീകരണ തൊഴിലാളികളെ ചുമതലപ്പെടുത്തി ജൈവ മാലിന്യങ്ങൾ ശേഖരിക്കുകയും കേരള കാർഷിക സർവകലാശാല തയ്യാറാക്കിയ ഇനോക്കുലം ഉപയോഗിച്ച് ജൈവവളമാക്കി മാറ്റുകയും ചെയ്യുന്നു. വീടുകളിൽ ഫുഡ് വേസ്റ്റ് മാത്രമേ ഇവിടെ സ്വീകരിക്കത്തുള്ളൂ. അത് എയറോബിക്ക്, അതവർ തരം തിരിഞ്ഞ് വേണം കൊണ്ടുവരാൻ. ഫുഡ് വേസ്റ്റ് മാത്രമേ ഇവിടെ കൊണ്ടുവരാൻ പാടുള്ളൂ. ഒരു കഷ്ണം പ്ലാസ്റ്റിക് പോലും പാടില്ല. അവർ കൊണ്ടുവരുന്ന കിറ്റ് ബക്കറ്റാണ് പറഞ്ഞിരിക്കുന്നത്, എന്നാൽ ചിലർ കിറ്റിനകത്ത് കൊണ്ടുവരും. ആ കിറ്റ് നമ്മളൊരു വേറൊരു ചാക്കിനകത്ത് ശേഖരിക്കും. അപ്പോൾ അത് ഇതിനകത്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ ആദ്യം പറഞ്ഞപ്പോൾ ഇവിടെ തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഒരു ലെയർ കരിയില ഞങ്ങൾ അതിനകത്തിടും, ഉണക്കയില, ഒരു 6 ഇഞ്ച് കനത്തിൽ. എന്നിട്ട് അതിന് നമ്മളൊരു സെപ്പറേറ്റ് ബോക്സ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിനേക്കാൾ ഈ കള്ളിയേക്കാൾ ചെറുത്, ഇച്ചിരിയുടെ ചെറുത്, അതിൻ്റെ 4 വശത്തും കരിയില ഇടും. അതിന് ശേഷമാണ് നമ്മൾ ഈ ഫുഡ് വേസ്റ്റ് സ്വീകരിക്കുന്നത്. ഇനാക്കുലർ എന്ന് പറഞ്ഞൊരു മരുന്നുണ്ട്, അത് ചാണകത്തിന് പകരമുള്ള സാധനമാണ്. അത് 1 ലിറ്ററിന് ഏകദേശം 300 രൂപ അടുത്ത് വില വരുന്നത്. അപ്പോൾ ഇത് വീടുകളിൽ കൊണ്ടുവരുന്ന ഫുഡ് വേസ്റ്റ് നമ്മൾ സ്വീകരിച്ച് അത് ഒരേ ലെയർ ആകുമ്പോഴത്തേക്കും മരുന്നടിക്കും.
വീണ്ടും കരിയിലിടും. അങ്ങനെ ഇപ്പോൾ ഞങ്ങൾക്ക് ഇതൊരു 3 ദിവസം കൊണ്ട് ഈ ഒരു ബോക്സ് നിറയും. അത് 90 മുതൽ 120 ദിവസം വരെ ഇതിനകത്ത് കിടക്കണം. അപ്പോഴത്തേക്ക് ഇത് പ്രവർത്തനങ്ങളിലായി അത് വളവാകത്തുള്ളൂ. ആ രീതിയിലാണ് ഇവിടെ ചെയ്ത് പോകുന്നത്. എങ്കിലും ഒരു 150 പേരിൽ താഴെ ആൾക്കാർ ശരാശരി ഇവിടെ വരും. ജനങ്ങളിത് അക്സെപ്റ്റ് ചെയ്ത് ഇപ്പോൾ SD കോളേജിൻ്റെ മുന്നിൽ കൊണ്ടുപോയാന്ന് വെച്ചിരിക്കുന്നത്. കുട്ടികൾക്ക് എതിർപ്പില്ല. STB ഹൈസ്കൂളിൻ്റെ തൊട്ടടുത്താണ് വെച്ചിരിക്കുന്നത്, എതിർപ്പില്ല. അപ്പം നഗരത്തിൽ നിന്ന് ഈ സംവിധാനവും കൂടിയുണ്ട്. പ്ലാസ്റ്റിക് ശേഖരിച്ച് പുറത്ത് അത് പ്രോസസ്സ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നു. അപ്പോൾ കുറച്ച് പരീക്ഷണങ്ങൾ വേണ്ടി വന്നു. അതാ ഈ 2 വർഷം എടുത്തെന്ന് പറഞ്ഞാൽ 2 അല്ല 3 വർഷം എടുത്തു ഇവിടെ എത്തിച്ചേരാനായിട്ട്. പക്ഷേ ഇന്നിപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാം. കേരളത്തിൽ ഏത് നഗരത്തിലും ഇതുപോലെ നമുക്ക് വൃത്തിയാക്കാൻ പറ്റും. ആലപ്പുഴ മാലിന്യ സംസ്കരണ മാതൃകയ്ക്ക് ഇതിനോടകം സംസ്ഥാന ശുചിത്വ മിഷൻ, മലിനീകരണ നിയന്ത്രണ ബോർഡ്, എനർജി മാനേജ്മെന്റ് സെന്റർ എന്നിവയുടെ പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഡൽഹി ആസ്ഥാനമായുള്ള സെന്റർ ഫോർ എൻവയോൺമെന്റ് സയൻസ് നടത്തിയ പഠനത്തിൽ മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങളിൽ സുസ്ഥിര മാതൃക സൃഷ്ടിച്ച 1ാമത്തെ നഗരമായി ആലപ്പുഴ മാറി. MLA-മാരായ തോമസ് ഐസക്കിന്റെയും G. സുധാകരന്റെയും പിന്തുണ നഗരസഭയുടെ പ്രവർത്തനങ്ങൾക്ക് ഓരോ ഘട്ടത്തിലും ലഭിച്ചിരുന്നു. നഗരമാലിന്യങ്ങളുടെ നിക്ഷേപ കേന്ദ്രമായ സർവോദയപുരത്ത് ജനകീയ സമരത്തെ തുടർന്ന് രൂപം കൊണ്ട ഉറവിട മാലിന്യ സംസ്കരണ പദ്ധതിയോടെ ആലപ്പുഴ മാലിന്യ വിമുക്തമായി മാറി. ആലപ്പുഴ നഗരസഭയുടെ മാതൃക കാണാനും അത് തങ്ങളുടെ പ്രദേശങ്ങളിൽ പകർത്താനുമായി 100-ലേറെ തദ്ദേശ സ്ഥാപനങ്ങളുടെ പ്രതിനിധികൾ ആലപ്പുഴ സന്ദർശിക്കുന്നുണ്ട്. അന്തർദേശീയമായിട്ട് പോലും ഇതിൻ്റെ ശ്രദ്ധ വന്നിട്ടുണ്ട്. കാരണം ലോകത്തെമ്പാടും ഇന്ന് ഉള്ള മാലിന്യ സംസ്കരണ രീതി മാലിന്യത്തിൽ നിന്ന് ഊർജത്തിലേക്കെന്ന് പറഞ്ഞാണ്. അത് തെർമൽ പ്രോസസ്സാണ്. നമ്മൾ നിരാകരിക്കുകയാണ്. ഒന്ന് മാലിന്യത്തെ ഊർജ്ജമാക്കാൻ ആ ഊർജ്ജത്തേക്കാൾ കൂടുതൽ ഊർജ്ജം വേണ്ടി വരും. അതാണ് സിമ്പിൾ തിങ്. പിന്നെ ഭയങ്കര കേന്ദ്രീകൃത ആയിരിക്കും. ഒന്ന് തെർമലായിട്ടുള്ള പ്രോസസ്സ് ഒരിക്കലും എക്കോളജിക്കലി ഫ്രണ്ട്ലി അല്ല. എന്തിനതൊക്കെ ചെയ്യുന്നത്? ജൈവമാലിന്യം നമുക്ക് വളരെ എക്കോ ഫ്രണ്ട്ലി ആയിട്ട് സംസ്കരിക്കാം. അതുപയോഗിച്ച് നമുക്ക് പച്ചക്കറിയും മറ്റും നടത്താം. അപ്പം ഞങ്ങളുടെ മുദ്രാവാക്യം വേസ്റ്റ് ടു എനർജി എന്നല്ല, വേസ്റ്റ് ടു ഗ്രീൻ. അതാണ് ആലപ്പുഴ നൽകുന്ന സന്ദേശം. ഇതിന്ന് ലോകശ്രദ്ധ നേടിത്തുടങ്ങിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ആലപ്പുഴയിലെ വിവിധ സ്കൂളുകളിലൂടെ മാലിന്യ സംസ്കരണ ബോധവൽക്കരണം നടത്തുകയും ചെയ്യുന്നു. വീടുകളിൽ നിന്നും മറ്റു സ്ഥലങ്ങളിൽ നിന്നും കുട്ടികൾ പ്ലാസ്റ്റിക് കുപ്പികൾ, മറ്റു മാലിന്യ വസ്തുക്കൾ തുടങ്ങിയവ ശേഖരിച്ച് സ്കൂളുകളിൽ എത്തിക്കുന്നു. വീട്ടിലെ പ്ലാസ്റ്റിക് കൊണ്ടുവന്നാൽ കൂപ്പൺ കിട്ടും, അതിന് പുസ്തകം പകരം കൊടുക്കും. ഞങ്ങൾ കൊടുക്കാൻ പോകുന്നുള്ളൂ പുസ്തകം എന്ന് പറയുമ്പോൾ വീട്ടിൽ കുട്ടികൾക്ക് ഈ പ്ലാസ്റ്റിക് ശേഖരിക്കുമ്പോൾ അച്ഛനും അമ്മയും ചോദിക്കുമ്പോൾ വർത്താനം പറയും. അപ്പോൾ ഈ കുട്ടി തീർച്ചയായിട്ടും പറയും ഈ പ്ലാസ്റ്റിക് വലിച്ചെറിയാൻ പാടില്ല, പ്രശ്നമാണ്. അങ്ങനെ വീട്ടിനുള്ളിൽ നമ്മുടെ ഒരു ഏജൻ്റായിട്ട് കുട്ടി മാറും. ഈ ശുചിത്വ പ്രസ്ഥാനത്തിന് അല്ലെങ്കിൽ ഊർജ്ജക്ഷമത കൂട്ടുന്നതിന് വേണ്ടിയുള്ള പ്രസ്ഥാനത്തിന് ഏറ്റവും നല്ല ഏജൻസി സന്ദേശം വീട്ടിനുള്ളിൽ കൊണ്ടുപോകാൻ കുട്ടികളാണ്. നമ്മൾ പോയിട്ട് രക്ഷാകർത്താക്കളോട് വർത്തമാനം പറയുന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് ദേഷ്യം വരും. ഇനിയിപ്പോൾ നിങ്ങൾ പഠിപ്പിക്കാൻ വരും എന്നുള്ളത്. പക്ഷെ മക്കൾ പറയുമ്പോഴുണ്ടല്ലോ അവർക്ക് കൗതുകവും തമാശയും എല്ലാം ചേർന്നായിരിക്കും. പക്ഷേ സന്ദേശം എത്തിയിരിക്കും. ഇത് വളരെ വളരെ ഫലപ്രദമായിരുന്നു. മാലിന്യം സംസ്കരിക്കുന്നതോടൊപ്പം വളവും കിട്ടും എന്നതാണ് എയറോബിക് കമ്പോസ്റ്റിന്റെ മേന്മ. ഒരു യൂണിറ്റിൽ 2000 കിലോ മാലിന്യം വരെ സംസ്കരിക്കാം. മാലിന്യത്തിന്റെ സ്വഭാവമനുസരിച്ച് ഇതിൽ നിന്ന് 500 കിലോഗ്രാം മുതൽ 700 കിലോഗ്രാം വരെ വളം ഉണ്ടാക്കാം. 2 ബിന്നുകൾ അടങ്ങുന്നതാണ് ഒരു യൂണിറ്റ്. 4 അടി നീളവും 4 അടി വീതിയും 4 അടി ഉയരവും വരുന്നതാണ് ബിൻ. ഇതിനടിയിൽ മണ്ണോ ഫെറോ സിമന്റ് സ്ലാബോ ഇടും. മഴ നനഞ്ഞ് മാലിന്യം ചീയാതിരിക്കാൻ മേൽക്കൂര നിർമ്മിച്ചിട്ടുണ്ട്. ഈച്ചയോ എലിയോ കയറാതിരിക്കാൻ വലയും ടാങ്കിനുള്ളിൽ ഉണ്ടാകും. ഇതിന്റെ ഏറ്റവും അടിയിൽ ചാണകം ഇടും. അതിലെ സൂക്ഷ്മജീവികളാണ് കമ്പോസ്റ്റിംഗ് പ്രക്രിയ നടത്തുന്നത്. ചാണകനിരപ്പിന് മുകളിൽ കരിയിലയോ കച്ചിയോ ഉണക്കപ്പുല്ലോ അട്ടിയായി ഇടും. ഇതിനു മുകളിൽ ജൈവമാലിന്യങ്ങൾ ഇടുന്നു. ചാണകം, കരിയില, മാലിന്യം എന്ന ക്രമത്തിൽ ബിൻ നിറയും വരെ ഇടുന്നു. ബിൻ നിറഞ്ഞു കഴിഞ്ഞാൽ 90 ദിവസം അനക്കാതെ വയ്ക്കും. ഈ കാലയളവിൽ സൂക്ഷ്മാണുക്കൾ പ്രവർത്തിച്ച് വളമാകുന്നു. ആലപ്പുഴ ജില്ലയിലെ വിളപ്പിൽശാലയായിരുന്നു നഗരസഭയുടെ വടക്കുഭാഗത്തുള്ള മാരാരിക്കുളം തെക്കു പഞ്ചായത്തിലെ സർവോദയപുരം.
നഗരത്തിൽ നിന്നുള്ള മാലിന്യങ്ങൾ മല പോലെയാണ് ഇവിടെ കൂട്ടിയിട്ടിരുന്നത്. ട്രീറ്റ്മെന്റ് പ്ലാന്റ് കാര്യക്ഷമമല്ലാതെ വന്നപ്പോൾ പ്രദേശം പകർച്ചവ്യാധികളുടെയും രൂക്ഷഗന്ധത്തിന്റെയും പിടിയിലായി. നഗരത്തിൽ നിന്നുള്ള മാലിന്യ ലോറികൾ നാട്ടുകാർ തടഞ്ഞതോടെ പലതവണ സംഘർഷമുണ്ടായി. എന്നാൽ മാലിന്യ പ്രശ്നത്തോട് ആലപ്പുഴ നഗരം ശാസ്ത്രീയമായി പ്രതികരിക്കാൻ തുടങ്ങിയതോടെ സർവോദയപുരത്തേക്ക് നഗരസഭയുടെ ഒരു ലോറി പോയിട്ട് 2 വർഷത്തോളമാകുന്നു. 20,575 ലിറ്റർ ഡീസലാണ് പ്രതിവർഷം ഈ ഇനത്തിൽ ലാഭിച്ചത്. 50 ടണ്ണിനടുത്ത് മാലിന്യം കൊണ്ടുപോയിക്കൊണ്ടിരുന്ന ഞങ്ങളുടെ നഗരത്തിൽ, ആലപ്പുഴ നഗരത്തിൽ, അത് നേരെ 10 ടണ്ണിന് ചൂടിലേക്ക് കുറയ്ക്കുവാൻ സാധിച്ചു. ഈ പറയുന്ന ഈ ബയോഗ്യാസ് പ്ലാന്റുകൾ, പൈപ്പ് കമ്പോസ്റ്റുകൾ, അങ്ങനെ വിവിധ തരത്തിലുള്ള ഈ മാലിന്യ സംസ്കരണ മെത്തേഡുകൾ യൂസ് ചെയ്തിട്ട് ഈ ഔട്ട്സോഴ്സിങ് കുറയ്ക്കാൻ സാധിച്ചു. ഈ 10 ടണ്ണിന് ചൂടെയുള്ള മാലിന്യം നഗരസഭയ്ക്ക് കൈകാര്യം ചെയ്യാവുന്ന അളവിലേക്ക് മാറുകയുണ്ടായി. പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ ഒരു അവാർഡ് നേടിയെടുക്കാൻ സാധിച്ചു. അതുപോലെ തന്നെ നമുക്ക് എനർജി മാനേജ്മെൻറ്റിൻ്റെയും അവാർഡ് വാങ്ങിക്കാൻ സാധിച്ചു. കാരണം ഈ ബയോഗ്യാസ് വെച്ച വീടുകളിലെല്ലാം തന്നെ 10,000-ഓളം ബയോഗ്യാസ് വീടുകളിൽ വെച്ചിട്ടുണ്ട്. അപ്പോഴാ വീടുകളിൽ ഒരു മാസം ഒരു സിലിണ്ടർ ഉപയോഗിച്ചിരുന്നത് ഇന്ന് ആ സിലിണ്ടർ 2 മാസത്തേക്ക് ഉപയോഗിക്കാം. അങ്ങനെ അത്രയും ഗ്യാസ് സിലിണ്ടർ നമുക്ക് ലാഭിക്കാൻ തുടങ്ങി. അതുപോലെ തന്നെ നമ്മൾ കേന്ദ്രീകൃത മാലിന്യ സംസ്കരണമായിരുന്നപ്പോൾ ഇവിടുന്ന് ലോറികളിൽ ഒരു 5-10 ട്രിപ്പാണ് അടിച്ചിരുന്നത്. അപ്പോൾ അതിൽ ഉപയോഗിച്ചിരുന്ന ഡീസൽ, ആ ഡീസൽ നമുക്ക് നഗരസഭയ്ക്ക് ലാഭമാക്കാൻ സാധിച്ചു. അതിൻ്റെ ഫലമായിട്ടാണ് നമുക്ക് എനർജി മാനേജ്മെൻറ്റ് അവാർഡ് ലഭ്യമായത്. അപ്പോൾ കൊതുകും കുറഞ്ഞിട്ടുണ്ട്. സാംക്രമിക രോഗങ്ങൾ ഇപ്പോൾ 2 വർഷമായിട്ട് കഴിഞ്ഞിട്ടൊന്നുമില്ല. പക്ഷേ സാംക്രമിക രോഗം കേരളത്തിൻ്റെ ആകാശത്തൂടെ പോയാൽ ആദ്യം വന്നിറങ്ങുന്ന ആലപ്പുഴയായിരുന്നു, അറിയാലോ. ഇപ്പോൾ ഒന്നും കഴിഞ്ഞ 2 വർഷമായിട്ട് യാതൊരു തരത്തിലും ചിക്കൻ ഗുനിയായാലും ഇങ്ങനെ പിന്നെ വയറ്റിളക്കമായാലും കാര്യമായി ഒന്നും ഉണ്ടായിട്ടില്ല. ഈ മെഡിക്കൽ കോളേജിലേക്ക് ചികിത്സയെപ്പറ്റിയൊക്കെ ഒരുപാട് ആക്ഷേപങ്ങളുണ്ടെങ്കിലും അതിൻ്റെ ഫലമായിട്ട് മാത്രമല്ല, ഈ നമ്മുടെ ആരോഗ്യ കേന്ദ്രങ്ങളെ ചികിത്സയുടെ മെച്ചം കൊണ്ടൊന്നും സംഭവിച്ചതല്ല. ജനങ്ങൾ വീറും വൃത്തിയുമുള്ള പരിസ്ഥിതിയും ഭവനങ്ങളുടെ പരിസരങ്ങളും അങ്ങനെ സൂക്ഷിക്കാൻ തുടങ്ങുന്ന ഒരു ബോധം വന്നു. സ്റ്റുഡൻസിനും സ്കൂളുകളിലും കോളേജുകളിലും സ്റ്റുഡൻസിനും നല്ല നിലയിൽ വന്നു. ഇപ്പോൾ നമ്മുടെ സ്കൂളും കോളേജും നോക്കുകയാണെങ്കിൽ കൃഷിയോട് ആഭിമുഖ്യം വന്നിട്ടുണ്ട്, മരങ്ങൾ നടുന്നതിനുള്ള ആഭിമുഖ്യം, പ്രകൃതി സൗഹാർദ്ദപരമായിട്ടുള്ള സമീപനങ്ങൾ, വൃത്തിയാക്കുന്നതിനുള്ള സമീപനം, പരിസരം, ഇങ്ങനെ നല്ല കുറച്ച് ആശയങ്ങൾ നമ്മുടെ പാഠപദ്ധതികൾ വഴിയല്ലത് പാഠ്യേതരമായ സംവിധാനങ്ങൾ വഴി വന്നതിൻ്റെ ഫലമായി വലിയൊരു മാറ്റമാണ് കാണുന്നത്. പച്ചക്കറി കൃഷിക്ക് വേണ്ടി ഇപ്പം നാട്ടിൻപുറത്തിപ്പം CPIM പച്ചക്കറി കൃഷി നടത്തിയല്ലോ. ഞങ്ങൾ നടത്തിയെടുത്തെല്ലാം സ്റ്റുഡൻസാണ് അതിനകത്ത് നല്ലൊരു പങ്ക് വഹിക്കുന്നത്. ആ പ്രദേശത്തെ വിദ്യാർത്ഥികൾ നല്ലൊരു ഒരു മനോഭാവം നമ്മുടെ സ്കൂൾ കോളേജ് സ്റ്റുഡൻസിൻ്റെ ഇടയിൽ വന്നതും വളരെ അനുകൂലമായ സാഹചര്യമാണ്. കേരളം മൊത്തം ഇപ്പോൾ ആലപ്പുഴ തന്നെ ഒരുപാട് മുന്നോട്ട് പോകണം. ഇതൊരു തുടക്കം മാത്രമാണ്, എത്രയോ മുന്നോട്ട് പോകണം. ആലപ്പുഴ ജില്ലയുടെ മറ്റു ഭാഗങ്ങളിലേക്കൊന്നും ഇതാ നിലയിലൊന്നും വന്നിട്ടില്ല. കേരളം മൊത്തം ഇത് ഗവൺമെൻറ്റും കൂടെ അതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കണം. ഗവൺമെൻറ്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, ജനപ്രതിനിധികളെ, രാഷ്ട്രീയ പാർട്ടികൾ, സന്നദ്ധ സംഘടനകൾ, മൊത്തത്തിൽ അതിനുള്ള ആവശ്യമായ പണം ഗവൺമെൻറ്റും കൂടി മാറ്റിവെക്കുന്ന ഒരു രീതി വരികയാണെങ്കിൽ കേരളത്തെ ഇന്ത്യയിലെ ഏറ്റവും മാലിന്യ വിമുക്തമായ സംസ്ഥാനമാക്കി മാറ്റാൻ കഴിയുമെന്നാണ് ആലപ്പുഴയുടെ ഉദാഹരണം തെളിയിക്കുന്നത്. ആലപ്പുഴയിലെ വിജയം സാങ്കേതിക മേന്മയുടെ വിജയം മാത്രമല്ല, ഒരു സോഷ്യൽ എൻജിനീയറിംഗ് ഉണ്ട്. അതിൽ 2 ഭാഗമുണ്ട്. ഒന്ന് നാട്ടുകാരുടെ ബോധത്തിൽ വരുന്ന മാറ്റം, 2 ജീവനക്കാരുടെ പ്രവൃത്തിയിൽ സമീപനത്തിൽ വരുന്ന മാറ്റം. കാരണം ഈ സന്നദ്ധ പ്രവർത്തകർക്ക് ഇത് എല്ലാ കാലത്തും ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. അത് നമ്മുടെ ജീവനക്കാരെ സ്വയം അവരുടെ കർത്തവ്യമായി ഏറ്റെടുത്ത് നടത്താൻ തയ്യാറായി മാത്രം സുസ്ഥിരമാക്കാൻ പറ്റും. ആലപ്പുഴ ഇത് നടന്നിട്ടുണ്ട്. ആലപ്പുഴയിലെ കണ്ടിൻജൻസി ജീവനക്കാർ, ഹെൽത്ത് ജീവനക്കാർ, അവരാണ് ഈ പരിപാടി നടത്തുന്നത്. വളരെ സന്തോഷത്തോടെ അഭിമാനത്തോടെ ഇത് കാണുന്നത്. കാരണം പലപ്പോഴും ജീവനക്കാരെ, ഉദ്യോഗസ്ഥരെയൊക്കെ കുറ്റം പറയുന്നു. ഞാൻ പറയുന്നു, ഒരു പരാതിയില്ല. ഈ കണ്ടിൻജൻസി ജീവനക്കാർ, ഇവിടുത്തെ ഹെൽത്ത് ജീവനക്കാർ, അവർ ആലപ്പുഴ വൃത്തിയാക്കുന്നതിൽ ഏറ്റവും നിർണായകമായിട്ടുള്ള പങ്ക് വഹിച്ചിട്ടുണ്ട്. മഴക്കാലമായാൽ എലിപ്പനി, ചിക്കൻ ഗുനിയ, ഡെങ്കിപ്പനി ഇങ്ങനെ രോഗങ്ങളുടെ പിടിയിലമരുന്ന ആലപ്പുഴ മാലിന്യമുക്തമായതോടെ ജന്യരോഗങ്ങളുടെ ഭീതി അകലുകയാണ്. മാലിന്യ സംസ്കരണത്തിൽ ഇനി ഈ നഗരത്തെ മാതൃകയാക്കാം. ഫോർ ദ പീപ്പിൾ വീണ്ടും അടുത്തയാഴ്ച.